ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ രാജീവനും ഭാസ്കരനച്ഛനും കൂടി ഉമ്മറത്ത് നിന്ന് ഭയങ്കര സംസാരത്തിലാണ്. ഭാസ്കരനച്ഛന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇത്ര പെട്ടെന്ന് രാജീവൻ്റെ മനസ്സ് മാറിയിട്ട് ഈ വീട്ടിലേക്ക് വരിക, നല്ല രീതിയിലൊക്കെ സംസാരിക്കുക, ഇതൊക്കെ എവിടേക്കോ ഭാസ്കരനച്ഛന് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര പെട്ടെന്ന് എങ്ങനെ മനസ്സ് മാറി, മകളെ മിസ് ചെയ്തോ, ദേഷ്യവും കോപമൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി നന്നാവണം എന്ന് മനസ്സ് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം രാജീവൻ അതങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കോളൂ, എന്തായാലും മകളല്ലേ, അങ്ങനെ ഇല്ലാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. ആ സമയത്താണ് നമ്മളെ നിധിയും അതുപോലെ തന്നെ സുഭാഷ് ചേട്ടനും നികേഷൊക്കെ അടുക്കളയിൽ ഭയങ്കര പണിയിലായിരിക്കും കേട്ടോ. കാരണം അച്ഛൻ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ പോണത്. അപ്പം അവർ തിരക്കിട്ടിട്ട് ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് അച്ഛൻ എവിടെ, അച്ഛന് ബോറടിക്കില്ലേ, നിധി നീ പണിയൊന്നും എടുക്കണ്ട, നീ അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കോന്ന് നമ്മളെ സുഭാഷ് ചേട്ടൻ നിധിയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും പക്ഷെ നിധി പോവാൻ കൂട്ടാക്കുന്നില്ല. അച്ഛന് കമ്പനിക്ക് ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ. പക്ഷെ അത് കേട്ടപ്പോൾ സുഭാഷ് ചേട്ടനും നികേഷിനും പേടിയായി. അച്ഛൻ എന്തൊക്കെയാ വാ തുറന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് മോൾ അങ്ങോട്ട് പോയിക്കോ, അച്ഛൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നുമില്ല, അവർ കുഴപ്പമില്ല, അവർ സെറ്റാണെന്നൊക്കെ നമ്മൾ നിധി പറയുന്നുണ്ട്. അവസാനം നമ്മളെ സുഭാഷ് ചേട്ടൻ വന്നിട്ട് ഇവർ സംസാരിക്കുന്നത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ സമയത്ത് അച്ഛനും രാജീവനും കൂടി ജോലി കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. രാജീവിന് ബിസിനസ് ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഭാസ്കരൻ അച്ഛൻ പറയുന്നത് എനിക്കും ബിസിനസ് ആയിരുന്നു, പണ്ടേ എനിക്ക് 3 ലോറി ഉണ്ടായിരുന്നു, അപ്പോൾ ലോറി കച്ചവടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, എനിക്കിങ്ങനെ ചരക്ക് കൊണ്ടുപോകുന്ന പരിപാടിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഞാനും എൻ്റെ ഭാര്യയും ഇങ്ങനെ പോകുമ്പോഴാണ് ഇത് സംഭവിച്ചത്, എൻ്റെ ഭാര്യ മരണപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആളുകൾ ഞാൻ അവളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ജയിലിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണോ അതോ കള്ളത്തരാണോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഭാസ്കരനച്ഛൻ അന്നേരം രാജീവിനോട് ഇങ്ങനെയാണ് സംസാരിച്ചത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ആ സമയത്ത് ജോലി കാര്യങ്ങളാണ് പറയുന്നത്. സുഭാഷ് ചേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് കൊതു കടിക്കുന്നതുകൊണ്ട് പുറത്തിരിക്കേണ്ടെന്ന്. അങ്ങനെ അച്ഛനെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം, അച്ഛനായിട്ട് സംസാരിച്ചോളാം എന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ വെറുതെ വിടില്ല കേട്ടോ. പറ്റില്ല, അകത്തിരുന്നോളൂ, ഇവിടെ ഭയങ്കര കൊതുവാണെന്ന്. അപ്പം നമ്മളെ ഭാസ്കരനച്ഛൻ കളിയാക്കുന്നുണ്ട്, ഇവനുള്ളിടത്ത് കൊതു വരില്ല, അതുകൊണ്ട് അകത്തേക്ക് കയറിക്കുന്നു. അങ്ങനെ അച്ഛൻ പോയിട്ട് ഹാളിൽ ഒരു ചെയറൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ വേഗം തന്നെ അവർ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. നികേഷ് പോയിട്ട് ടീപ്പോയി ഒക്കെ എടുത്തു വെക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളൊക്കെ എവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ തറയിൽ ഇരുന്നിട്ടാന്ന് പറയുമ്പോൾ എനിക്കെന്താ, ഞാനും അങ്ങനെ ഇരുന്നോളാം, അതൊക്കെ ഇനി ശീലാവണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തറയിലൊക്കെ ഇരുന്നിട്ടാട്ടോ നമ്മളെ അച്ഛൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ്റെ എന്താണ് ഫുഡിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. നിധിയാണെങ്കിൽ സുഭാഷ് ചേട്ടനെ പൊക്കി അടിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കുന്നതൊക്കെ അടിപൊളിയാണ്, ഭയങ്കര കുക്കിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് സുധീഷിനെ കാണാത്തതും അതുപോലെ തന്നെ സുധീഷ് ഇത്ര നേരമായിട്ടും വരാത്ത കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നത്. അങ്ങനെ നികേഷ് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് സുധീഷ് എവിടെയെന്നൊക്കെ. അങ്ങനെ നമ്മൾ സുധീഷും ഹരീഷും കൂടിയാണ് പണിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. ആ സമയത്ത് ഒരു കാറ് മുറ്റത്ത് കിടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ആരതാന്ന് മനസ്സിലാവുന്നില്ല. നികേഷ് പോയിട്ട് അകത്തൊരു സർപ്രൈസ് ഉണ്ട്, ഒരാൾ വന്നിട്ടുണ്ട് ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസ് പോവില്ലേ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, വന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമ്മളെ സുധീഷ് ഒരിക്കലും വിചാരിക്കുന്നില്ല കേട്ടോ രാജീവൻ ഇവിടേക്ക് വരും എന്നുള്ള കാര്യം. അങ്ങനെ ഹാളിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ രാജീവിനെ കാണുന്നത്. ആ സമയത്ത് രാജീവൻ ഫുഡ് കഴിക്കായിരിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മളെ സുധീഷ് ഷോക്ക് ആവുന്നുണ്ട്. കാരണം സുധീഷിന് കാര്യങ്ങളൊക്കെ അറിയാം. സുധീഷിനോട് എന്തായാലും വെല്ലുവിളിച്ചിട്ട് പോയതാണല്ലോ അച്ഛൻ, നേരെ ഇങ്ങോട്ട് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹരീഷിനും സംഭവം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഹരീഷ് പറയുന്നത് സുധീഷ് ഏട്ടാ, നിങ്ങളല്ലേ പറഞ്ഞത് അച്ഛൻ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചെന്ന്, ഇപ്പം ഇവിടേക്ക് വന്നു ഫുഡൊക്കെ കഴിക്കുന്നു, ആൾ ഭയങ്കര ഹാപ്പിയാണല്ലോ, എന്ത് പറ്റിയെന്ന്. പക്ഷേ അപ്പം നമ്മൾ സുധീഷിന് അപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്, ആളെന്തെങ്കിലും തീരുമാനിച്ചിട്ടായിരിക്കും ഈ ഒരു പുറപ്പാടെന്നൊക്കെ നമ്മളെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. ഭാസ്കരനച്ഛനും സുധീഷിൻ്റെ അതേ സംശയം തന്നെയാണ്, എന്തോ തീരുമാനിച്ച് വന്ന പോലെയാണ്. പക്ഷെ ഭയങ്കര സ്നേഹമൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലോ എന്തോ തീരുമാനിച്ച് വന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും സുധീഷിന് ആകെ ടെൻഷനായിട്ടുണ്ട്. ഇനി എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്നൊക്കെ ഹരീഷിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൊണ്ടുപോകില്ല എന്നൊക്കെ. അങ്ങനെ സുധീഷിനോടും നമ്മളെ രാജീവനെ ഇരിക്കൂ ഭക്ഷണം കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് പറഞ്ഞ പോലെ കണ്ട ഷോക്കിലാണോ സുധീഷ് നീ, അതൊന്നും ആലോചിക്കേണ്ട, നീ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ സുധീഷിന് അങ്ങോട്ട് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അച്ഛൻ വന്നതും സുധീഷ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. രാജീവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുധീഷ് ഇങ്ങനെ മൈൻഡിൽ ഓർക്കുന്നുണ്ട്. ഇന്നേക്ക് ഒരാഴ്ച എൻ്റെ മകൾ നിന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നിരിക്കും എന്നൊക്കെ പറയുന്നത് ആലോചിക്കുന്നുണ്ട്.
അതെങ്ങാനും മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ടുള്ള വരവ് എന്ന് അവന് ഭയങ്കര സംശയമുണ്ട് കേട്ടോ. എന്തായാലും അവിടെ ഭയങ്കര ഹാപ്പിയിലാണ് നമ്മൾ രാജീവൻ സംസാരിക്കുന്നത്, ഭയങ്കര പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ടാണെങ്കിലും ഇവർക്കൊരു പേടിയുണ്ട് ഭാസ്കരനച്ഛനും സുധീഷിനും. പക്ഷെ സുഭാഷ് ചേട്ടനും നികേഷിനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ വന്നതിലും ഫുഡ് കഴിച്ചതിലും ഒക്കെ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പഴമൊക്കെ സുഭാഷ് ചേട്ടൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പഴമാണ്, രാസവളമൊന്നും ഇടാത്ത വെറും ചാണകം കൊണ്ട് ഉണ്ടാക്കിയൊരു പഴമാണ്, അതുകൊണ്ട് ഇത് കഴിച്ചോളൂ, ഭയങ്കര മധുരമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഭാസ്കരനച്ഛൻ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇനി ഞാൻ ഇറങ്ങട്ടെ, വന്ന് ഫുഡ് കഴിച്ചു, ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ സുധീഷ് ഒന്ന് നെടുവീർപ്പിടുന്നുണ്ട് കേട്ടോ. പോവാനായല്ലോ, പോവാണെന്ന് തോന്നുന്നുണ്ട് ഹരീഷ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പോവാന്ന് പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞിട്ട് ഭാസ്കരനച്ഛനോട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പം അതെന്താണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി എനിക്ക് തോന്നുന്നത് എൻ്റെ മകളെയും സുധീഷിനെയും ഒരാഴ്ച എൻ്റെ കൂടെ പറഞ്ഞയക്കുമോന്ന്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അച്ഛാന്ന്. എന്താ മോളെ നീ അങ്ങനെ ചോദിക്കുന്നത്? ഒന്നില്ലെങ്കിലും നിൻ്റെ അമ്മയില്ല അവിടെ, ഞാൻ ഇവിടെ വന്നതും ഭക്ഷണം കഴിച്ചതൊക്കെ അറിയുമ്പോൾ അവൾ എന്നോട് ചോദിക്കില്ലേ എന്തുകൊണ്ട് നിധിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം, അതാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നോട് മാത്രമല്ലല്ലോ വരാൻ പറഞ്ഞത്, സുധീഷിനെയും കൂടി കൂട്ടിയിട്ടല്ലേ നമുക്ക് പോവാന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. നീ വിചാരിക്കുന്നുണ്ടായിരിക്കും നീ അങ്ങോട്ട് വന്ന സമയത്തൊന്നും ഞങ്ങൾ നിന്നെ അംഗീകരിച്ചില്ല എന്ന്. അത് ശരിയാണ്, പക്ഷെ അത് ആ സമയത്ത് സങ്കടവും അതുപോലെ തന്നെ ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാണ്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റബോധത്തോട് കൂടിയിട്ടാണ് നമ്മളെ രാജീവൻ സംസാരിക്കുന്നത്. പക്ഷേ ഭാസ്കരനച്ഛൻ അപ്പോഴും ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഇനി കൂട്ടിക്കൊണ്ടു പോയാൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരില്ലേ എന്നൊരു ചോദ്യം ഭാസ്കരനച്ഛൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അന്നേരം അയാൾ പറയുന്നത്, ഞാൻ അതിന് എൻ്റെ മകളെ മാത്രമല്ലല്ലോ കൂട്ടിക്കൊണ്ടു പോകുന്നത്, സുധീഷിനെയും ഞാൻ വിളിച്ചിട്ടില്ലേ, പിന്നെ നിങ്ങൾ അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി സുധീഷിന് ഇത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സുധീഷ് പറയുന്നുണ്ട്, ഏയ് അത് പറ്റില്ല, അവൾക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ട്, അത് ഇവിടെ നിന്നല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ രാജീവൻ പറയുന്നത് 3 മണിക്കൂറിൻ്റെ കേസല്ല, അഥവാ ഇൻ്റർവ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ പോരെ, ഇനി ഞങ്ങളുടെ ഒരുപാട് ദിവസം അതിന് നിൽക്കാനും പറഞ്ഞിട്ടില്ലല്ലോ, ഒരാഴ്ചയല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കണ്ടീഷനിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളെ സുധീഷിന് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്തിനുള്ള പുറപ്പാടാന്നൊക്കെ ആലോചിച്ചിട്ട്, പ്രത്യേകിച്ച് സുധീഷിന് ഈ കാര്യം അറിയാം, എന്തൊക്കെയാണ് കഴിഞ്ഞ കാര്യങ്ങൾ, അയാൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്. അതൊന്നും പൂർണ്ണമായിട്ടും നമ്മളെ നിധിക്കൊന്നും അറിയില്ല, ഹരീഷിനാണ് പിന്നെയും അറിയുന്നത്. അതുകൊണ്ട് ഹരീഷിനും ആ ടെൻഷനൊക്കെ മുഖത്ത് കാണാനുണ്ട്. അവസാനം നിധിയോട് ചോദിക്കുന്നുണ്ട്, മോൾ എന്ത് പറയുന്നു എന്ന്. പക്ഷെ നിധി ഒരു ചിരി മാത്രമാണ് സമ്മാനിക്കുന്നത്. അതിൽ തന്നെ മനസ്സിലാക്കാം നിധിക്ക് എന്തായാലും അച്ഛൻ്റെ കൂടെ പോകാൻ ആഗ്രഹം ഉണ്ട് എന്നുള്ള കാര്യം. ഒരു സന്തോഷത്തിന്റെ പുറത്ത് നിധിയും അച്ഛനും കെട്ടിപ്പിടിക്കുന്നൊക്കെ കണ്ടിട്ട്, നാളെ രാവിലെ വന്നിട്ട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് എവിടെയാണ് നിൽക്കുക എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ഞാൻ പുറത്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ നിന്നോളാം, വീട്ടിലേക്ക് പോണത് ഭയങ്കര ടാസ്ക് അല്ലേ, അത്രയും ദൂരം സഞ്ചരിച്ചിട്ട് നാളെ ഇങ്ങോട്ട് തന്നെ വരണ്ടേ, അതുകൊണ്ട് പുറത്തൊരു റൂം എടുത്ത് നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സുഭാഷ് ചേട്ടന് എന്തോ ഒരു സങ്കടം വരും. അയ്യോ ഞങ്ങളുടെ വീട്ടിൽ സാറിന് നിൽക്കാൻ മാത്രമുള്ള സൗകര്യമില്ല, അതുകൊണ്ടാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷ് അപ്പം പറയുന്നത്, നമ്മളൊരു വീട് എടുക്കുമല്ലോ അപ്പം നിൽക്കാലോ, അപ്പോൾ കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും എനിക്ക് തോന്നുന്നു രാജീവിനെ എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞ കൈ പിടിച്ചതാണെന്ന്, ഹോട്ടലിൽ റൂം എടുക്കാന്ന്. എന്തായാലും ഇവർ നിർബന്ധിക്കില്ല അത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഭാസ്കരൻ അച്ഛനാണെങ്കിൽ പറയുന്നു കേട്ടോ, ഒരു മനുഷ്യന് കിടക്കാൻ അത്രമാത്രം സൗകര്യമൊന്നും വേണ്ട, എല്ലാവർക്കും അവനവൻ്റെ സൗകര്യം അവനവൻ്റെ മനസ്സിലാണ്. പിന്നെ നമ്മൾ മരിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ, നമുക്ക് കിടക്കാനുള്ള മാത്രം പോരെ, അപ്പം അതൊക്കെ അവനവൻ്റെ മനസ്സിലാണ് ഈ സുഖ സൗകര്യങ്ങൾ എന്നൊക്കെ ഭാസ്കരൻ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ നമ്മളെ എന്താണ് ഭാസ്കരനച്ഛന് ഉള്ളിലൊരു പേടി. നേരം സുധീഷും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഭാസ്കരനച്ഛന് തോന്നുന്നത് പോലും ബാക്കിയുള്ളവർക്കൊന്നും തോന്നുന്നില്ലല്ലോ എന്ന്. കാരണം സുഭാഷ് ചേട്ടനാണെങ്കിലും നികേഷ് ആണെങ്കിലും നിധി ആണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അച്ഛൻ വന്നതിലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിലും പിന്നെ ഇപ്പോൾ അതാ ഇവിടെ നിൽക്കാന്നുള്ള ലെവലിൽ സംസാരിക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം അവർക്കുണ്ട്. പക്ഷേ നമ്മളെ സുധീഷിനും അതുപോലെ തന്നെ ഹരീഷിനും അച്ഛനാണ് കുറച്ച് പേടിയൊക്കെ തോന്നുന്നത് കേട്ടോ. അപ്പം എന്തായാലും അത് കേട്ടപ്പോൾ നമ്മളെ രാജീവൻ പറഞ്ഞു, അതിനെന്താ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നത്, ഞാൻ പോകുന്നില്ല, ഇന്ന് രാത്രി ഞാൻ ഇവിടെ കിടന്നോളാം, എന്നിട്ട് നാളെ പോവാന്നുള്ള തീരുമാനത്തിൽ എത്തുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സുഭാഷ് ചേട്ടനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കാരണം രാജീവിനെ പോലത്തെ ഒരാൾ അവരുടെ വീട്ടിലേക്ക് വരുന്നതും അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതും അവിടെ താമസിക്കുന്നതൊക്കെ അവരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് വലിയ കാര്യമാണ്. അപ്പം അത് ആലോചിക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ചേട്ടനൊക്കെ സന്തോഷമുണ്ട്. പക്ഷെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. എന്തായാലും നാളെ ഇവരെയും കൊണ്ട് പോവാന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ രാജീവൻ നിൽക്കുന്നത്. എന്തായാലും നമ്മളെ സുധീഷിനോട് ഒരു വെല്ലുവിളി ഉയർത്തിയതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കാനാണ് ചാൻസ്. അല്ലാതെ ഒന്നും കാണാതെ രാജീവൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ച് വെക്കില്ല. സംഭവിക്കാൻ പോകുന്നത് സുധീഷിനെയും നിധിയെയും കൊണ്ടിട്ട് നമ്മളെ രാജീവൻ അങ്ങോട്ട് പോകുന്നുണ്ട്, നമ്മളെ നിധിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയിട്ട് നമ്മളെ സുധീഷിന് രാജീവൻ നല്ലൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ.
കാരണം നിധിക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ സന്തോഷങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മളെ സുധീഷിനാണെങ്കിൽ ഒരു പുല്ല് വിലയാണ് ട്ടോ കൽപ്പിക്കുന്നത്. ഭയങ്കര ഒറ്റപ്പെടുത്തലൊക്കെ ഉണ്ട്. നിധിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലൊക്കെ അവിടെ കഴിയുന്നുണ്ട്. കാരണം അത്രയും സന്തോഷത്തിലാണ് അച്ഛനൊക്കെ അവളെ കെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ സുധീഷിനെ നേരെ തിരിച്ചായിരിക്കും. അങ്ങനെ സുധീഷ് അവിടുന്ന് എന്തൊക്കെയോ മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ പേരിൽ രാജീവിനെ ഒരു കുറ്റമൊക്കെ ചുമത്തുന്നുണ്ട്. പക്ഷെ നിധി അതൊന്നും വിശ്വസിക്കുന്നില്ല ട്ടോ. അവസാനം അച്ഛൻ്റെ മനസ്സിലിരിപ്പൊക്കെ നമ്മളെ നിധി മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോരുന്നതൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ബൈ.